Hi, this is Joy Gagdurgal. Welcome to our channel. In our last class, we have learned short answers form with do, does, did. Do, does, did ഉപയോഗിച്ച് ചുരുക്കത്തിൽ ഉത്തരം പറയാനുള്ള രീതി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡു, ഡസ്, ഡിഡ് എന്ന വാക്ക് എംഫസൈസ് ചെയ്യാൻ, ഊന്നിപ്പറയാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇവിടെ ഒരു സെൻറ്റൻസ് നമുക്ക് ഐ ലൈക്ക് ഹെർ, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു, എനിക്കവളെ ഇഷ്ടമാണ്, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു. ഇതേ സെൻസിനെ ഈ ലൈക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാതെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡു ലൈക്ക് എന്ന് വരും. ഓക്കെ, ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഐ ഡു ലൈക്ക് ഹെർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടം കുറച്ചുകൂടി ഊന്നിപ്പറയൽ, അതായത് എനിക്കവളെ നല്ല ഇഷ്ടമാണ്, ശരിക്കും ഇഷ്ടമാണ് എന്ന് പറയുന്ന തരത്തിലൊരു ഐഡിയ നമുക്ക് കിട്ടും. ഐ ഡു ലൈക്ക് ഹെർ. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തത് ഈ വെർബിനെ ഡിവൈഡ് ചെയ്തു. സോ അതിന് നമ്മൾ വെർബിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡു, ഡസ്, ഡിഡ് എന്നാണ് കിട്ടുന്നത്. ഇവിടെ ഇത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട്, ബഹുവചനവും പ്രസന്റ് ടെൻസും ആയതുകൊണ്ട് ഡു എന്ന് കിട്ടി. മറ്റൊരു സെൻസ് ഷീ ലൈക്സ് ഹെർ, ഷീ ലൈക്സ് മീ, അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അവൾക്ക് എന്നെ ശരിക്കും ഇഷ്ടമാണ്, നല്ലതുപോലെ ഇഷ്ടമാണ് എന്നുള്ള അർത്ഥം ആണ് നമുക്ക് ഈ എംഫസൈസ് ചെയ്യുമ്പോൾ കിട്ടുക. അതിനങ്ങനെ ഈ ലൈക്സിനെ ഡിവൈഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഡസ് ലൈക്ക് എന്ന് കിട്ടി. അപ്പം ഈ ഉപയോഗം ഷീ ഡസ് ലൈക്ക് മീ എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്നെ നല്ലതുപോലെ ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് എന്ന തരത്തിലുള്ള ആശയമാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, let us see one more sentence. We loved him. ഞങ്ങൾ അവനെ സ്നേഹിച്ചിരുന്നു. ഓക്കെ, ഈ ലൗഡ് എന്ന വാക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡിഡ് ലവ് എന്നാണ്. ഈ വെർബിനെ ഇപ്രകാരം ഡിവൈഡ് ചെയ്യുന്ന രീതി നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ്. സോ ലൗഡ് ഈസിക്കൽ ടു ഡിഡ് ലവ് ആണ്. പക്ഷെ അതിങ്ങനെ വി ഡിഡ് ലവ് എന്നാണ് പറയുന്നതെങ്കിൽ വി ലൗഡ് ഹിം എന്ന് പറയുന്നതിലേറെ ഞങ്ങൾ അവനെ സ്നേഹിച്ചു, ഞങ്ങൾ അവനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്നുള്ള ഒരു ഊന്നിപ്പറയലിലേക്ക് അതിൻ്റെ അർത്ഥം മാറും. ഇവിടെയാണ് വി ലൗഡ്, ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നുള്ള ഒരു എംഫസൈസിലേക്ക് അത് മാറുകയാണ്. ഓക്കെ, മറ്റൊരു സെൻസ് നോക്കാം. ടെൽ ദം ടു കം ഹിയർ, അവരോട് ഇവിടെ വരാൻ പറയുക, അല്ലെങ്കിൽ പറയണം, അവരോട് ഇവിടെ വരാൻ പറയണം. ഓക്കെ, അതിന് നമ്മൾ ഈ ടെൽ എന്ന വാക്കിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡു ടെൽ ദം ടു കം ഹിയർ, അവരോട് ഇവിടെ വരാൻ പറയണം കേട്ടോ. അത് നമ്മൾ നിർബന്ധിച്ച് പറയലാണ്, ഊന്നി പറയലാണ്. തീർച്ചയായിട്ടും അവരോട് വരാൻ പറയണം എന്ന് പറയുന്ന ഒരു അർത്ഥം നമുക്കവിടെ കിട്ടും. സി മറ്റൊരു സെൻസ് കൂടെ നോക്കാം. വിൽ യു കം ടുമോറോ, നീ നാളെ വരുമോ? അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞത് കൂട്ടിക്കുമോ? വിൽ യു കം ടുമോറോ, നീ നാളെ വരുമോ? അവൻ വരാമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടി നിർബന്ധിച്ച് പറയാം, ഡു കം, വരാതിരിക്കരുത് കേട്ടോ, വരണം കേട്ടോ, ഡു കം. അപ്പോൾ വരാതിരിക്കരുത്, തീർച്ചയായും വരണം കേട്ടോ എന്ന ഒരു ഊന്തിപ്പറയൽ നമുക്കിവിടെ കിട്ടും.
ഇതാണ് ഡു ഡസ് ഡിഡിൻ്റെ മറ്റൊരു. നമ്മളിതിനു മുമ്പ് ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് നെഗറ്റീവ് ചെയ്യുന്ന പഠിച്ചു, ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് ചോദ്യമുണ്ടാക്കുന്ന പഠിച്ചു, ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് ഷോർട്ട് ആൻസേഴ്സ് പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു ഡസ് ഡിഡ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ടാഗ് എന്ന പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ അമർത്തുവാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ.